നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ KSRTC ബസ് തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പുതുശ്ശേരി തെക്കേക്കര വീട്ടിൽ മാറുണിക്കുട്ടിയുടെ മകൻ 50 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 8:45ഓടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ സിഗ്നലിട്ട് തിരിക്കുന്നതിനിടെ എതിർദിശയിൽ റോങ് സൈഡ് കയറി വന്ന KSRTC ബസ് സ്കൂട്ടറിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികനായ തോമസിന്റെ തലയിലൂടെ KSRTC ബസ് കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ തോമസ് മരിച്ചു. ഇയാൾക്കൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സുഹൃത്ത് ആൻഡു മറുഭാഗത്തേക്ക് വീണതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർ കരുവന്നൂർ സ്വദേശി സജീഷിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകുന്ന മൃതദേഹം ഉച്ചതിരിഞ്ഞ് 4-ന് പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും. സിനി ഭാര്യയും അലൻ, അലീന എന്നിവർ മക്കളുമാണ്. ജോസഫ്, ആൻഡു, ഫ്രാൻസിസ്, മേരീസ് എന്നിവർ സഹോദരങ്ങളാണ്. കത്തോലിക്ക ദിനത്തോടനുബന്ധിച്ച് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വാഹന റാലി നടത്തി. ചേലക്കര, കുന്നംകുളം, ആർത്താറ്റ്, പഴഞ്ഞി മേഖലകളിൽ നിന്നുമുള്ള റാലികൾ വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് സംയുക്തമായി കുന്നംകുളം അങ്ങാടിയിലെ പള്ളികൾ സന്ദർശിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന സമാപന സമ്മേളനം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ആർത്താറ്റ് കത്തീഡ്രൽ വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, ഫാദർ അജിൻ ജോർജ്, ആർത്താറ്റ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ആർത്താറ്റ് കത്തീഡ്രൽ ട്രസ്റ്റി ഷാജു PV, ആർത്താറ്റ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം സെക്രട്ടറി മനീഷ് V മോഹൻ എന്നിവർ ആശംസകൾ നേർന്നു. കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി സ്വാഗതവും യുവജന പ്രസ്ഥാനം സെക്രട്ടറി GOK വിൽസൺ നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് കുന്നംകുളം ഭദ്രാസന എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവ കലാപരിപാടികളിൽ പ്രശസ്ത സിനിമാ താരം നവ്യ നായരും സംഘവും അവതരിപ്പിച്ച നവ്യം സുന്ദരം അരങ്ങേറി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൃത്തം കൂടി ഉൾപ്പെടുത്തിയുള്ള പരിപാടി കലാസ്വാദകർക്ക് പുതിയ അനുഭവമായി. ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവ ബലി ബുധനാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ KP പാവുണ്ണി മെമ്മോറിയൽ 3ാമത് ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി. ഫൈനൽ മത്സരത്തിൽ വൈക്കം സ്വദേശികളായ വിനോദ്, ജെയ്സൺ സഖ്യം വിജയികളായി. ഗുരുവായൂർ സ്വദേശികളായ ശ്രീജിത്ത്, ആകാശ് എന്നിവരെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ജെയ്സൺ വൈക്കം തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള ട്രോഫികൾ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പോൾസൺ മേക്കാട്ടുകുളം, സ്പോർട്സ് വിംഗ് രക്ഷാധികാരി രാജു B ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര എന്നിവർ വിതരണം ചെയ്തു. സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോ ജോയി, സെക്രട്ടറി ടിജോ ബെന്നി, ജോസഫ് ചീരൻ, ജെറി ആൽബർട്ട്, ബിനോയ് വടക്കൻ, ജിനീത് ജോൺ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 66-ൽ വാഹനങ്ങൾ അമിതമായി ലോഡ് കയറ്റി വരുന്നത് കാരണം അപകടങ്ങൾ പതിവാണെന്നും അപകടത്തിൽപ്പെടുന്നവർക്ക് ധനസഹായം നൽകണമെന്നും ആവശ്യം. ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ആവശ്യമുന്നയിച്ചത്. മന്നലാങ്കുന്ന് ബീച്ച് ഫെസ്റ്റിവലിന്റെ പേരിൽ അംഗീകാരമോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ചില സംഘടനകൾ റവന്യൂ ഭൂമിയിൽ റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഫെസ്റ്റിവൽ നടത്തുന്നതായി ആരോപണമുണ്ട്. വിഷയത്തിൽ മന്നലാങ്കുന്ന് ബീച്ച് ഫെസ്റ്റിവൽ നടത്തിവരുന്നത് നിയമാനുസൃതമായിട്ടാണെന്നും പൊന്നിയൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അറിയിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡിനു സമീപം ബൈപ്പാസിൽ കാനകളിലെ സ്ലാബുകൾ പൊട്ടിയതു കാരണം വെള്ളവും മാലിന്യങ്ങളും റോഡിലേക്കും പാടത്തേക്കും നിറഞ്ഞൊഴുകുന്ന സ്ഥിതിയാണെന്നും അതിനാൽ ഈ സ്ലാബുകളും പാലയൂർ റോഡിൽ മസ്ജിദിനു സമീപം പൊളിഞ്ഞുകിടക്കുന്ന സ്ലാബുകളും ഉടൻ മൂടുക, കുട്ടികളിലെ അക്രമവാസന, ലഹരി ഉപയോഗം തുടങ്ങിയ വലിയ സാമൂഹിക വിപത്തിനെതിരെ താലൂക്ക് അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ഉയർന്നു. താലൂക്ക് വികസനം സംബന്ധിച്ച് എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ചകളിൽ വികസന സമിതികൾ കൃത്യമായി കൂടുമെന്നും ഇതൊരറിയിപ്പായി പരിഗണിച്ച് എല്ലാ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ പങ്കെടുക്കണമെന്നും തഹസിൽദാർ MK കിഷോർ അറിയിച്ചു. RP റഷീദ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PN സുരേഷ് സ്വാഗതവും P ദീപ നന്ദിയും പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാഹുൽ ഹമീദ്, തോമസ് ചിറമൽ, ഷാഹു, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
മന്നലാംകുന്ന് ബീച്ചിൽ നിന്നും കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി പ്രവർത്തിച്ച വിദ്യാർത്ഥികളെ കെ കരുണാകരൻ ഫൗണ്ടേഷൻ ആദരിച്ചു. വിദ്യാർത്ഥികളായ ഷമ്മാസ്, മുഹമ്മദ് ഷിറാസ്, മുഹമ്മദ് ഷെഹസാദ്, മുഹമ്മദ് ഷിബിൽ എന്നിവരെയാണ് ആദരിച്ചത്. കളഞ്ഞുകിട്ടിയ ബാഗ് വിദ്യാർത്ഥികൾ ബീച്ച് ഫെസ്റ്റിവൽ കമ്മിറ്റിക്ക് കൈമാറുകയും പിന്നീട് ഉടമയെ കണ്ടെത്തി നൽകുകയുമായിരുന്നു. ഫൗണ്ടേഷൻ ചെയർമാൻ ബിനേഷ് വലിയകത്ത് മൊമെന്റോ നൽകി. ജനറൽ കൺവീനർ കെ എച്ച് സുൽത്താൻ, വൈസ് ചെയർമാൻ ഷാഹു പള്ളത്ത്, ജോയിന്റ് കൺവീനർ ഷിഹാബ് പൊളിക്കൽ, ഷംറൂദ്, യൂസഫ് തണ്ണിതുറക്കൽ, ഷഹീദ് പടിഞ്ഞറയിൽ, 17-ാം വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ റാലിയോടെ സമാപിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കു ശേഷം നടന്ന സമ്മേളനത്തിൽ സഹവികാരി ഫാദർ സജയ് ജോസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായിരുന്നു. കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി സിഞ്ചു സജിൻ, പി സോജ ജിജി, ഷേർലി ബിനോയ്, മേരി രഞ്ജൻ എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി, കുന്നംകുളം, ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിഷു, ഈസ്റ്റർ, ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് കോട്ടപ്പടി അഭയഭവൻ വയോജന കേന്ദ്രത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി. KPGD ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാൻ ശശിധരൻ വൈലത്തൂർ, കസ്തൂർബ ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർപേഴ്സൺ ശൈലജ വിശ്വനാഥൻ എന്നിവർ ചേർന്ന് അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷൈജു കാട്ടിലിന് കൈമാറി. ചടങ്ങിൽ കുന്നംകുളം നിയോജകമണ്ഡലം ചെയർമാൻ M രാജേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ S നായർ, അഭയഭവൻ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പെരുമ്പിലാവ് ജനകീയ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ആര്യ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പെരുമ്പിലാവ് LMUP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. സഹായ സമിതി പ്രസിഡന്റ് രവി വലിയറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിച്ച സമിതി അംഗം മധുവിനെ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി പൊന്നാടയണിച്ച് ആദരിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി K കൊച്ചനിയൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ, ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ, സജി വലിയറ, ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. സൗജന്യ നേത്രപരിശോധനയിൽ രോഗനിർണയം നടത്തിയ അർഹരായ വ്യക്തികൾക്ക് സൗജന്യ ശസ്ത്രക്രിയയും മരുന്നുകളും നൽകുമെന്ന് സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 2 വർഷക്കാലത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ EM ഫിറോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SPC മേധാവി സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു. CPO അബൂബക്കർ KA, SPC കേഡറ്റുകളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,285 രൂപ, പവന് 66,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 102 രൂപ. ചരമം: വെസ്റ്റ് മങ്ങാട് വട്ടേക്കാട് കൃഷ്ണമണ്ണാളർ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. ശോഭന, നന്ദനൻ, വിജയലക്ഷ്മി, ഗിരിജ എന്നിവർ മക്കളാണ്. ആളൂർ വെട്ടുകാട് പൊന്നരാശ്ശേരി കുട്ടൻ മകൻ രാമചന്ദ്രൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. തിലക ഭാര്യയും പ്രവീൺ, പ്രശാന്ത് എന്നിവർ മക്കളുമാണ്. വരവൂർ കൊള്ളനൂർ കുര്യൻ ഭാര്യ താണ്ടമ്മ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ആനി, വർഗീസ്, ഉഷ, അനിത, കേരള കോൺഗ്രസ് M വരവൂർ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് എന്നിവർ മക്കളാണ്. വാഗ കുന്നത്തുള്ളി കണ്ടുണ്ണി മകൻ ലക്ഷ്മണൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.